ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്ന് ഞാൻ എപ്പം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നല്ല മഴയാണ്. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു ഇന്ന് ക്ലീൻ ചെയ്യാം. ഇന്ന് കുറേ ദിവസമായി ഗാർഡനും മുറ്റൊക്കെ നല്ല വൈകുന്നേരം മഴയായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വൃത്തിയാക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ വെച്ചു ഇന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് നമ്മളെ മഴ സമ്മതിക്കില്ലെന്ന് തോന്നുന്നു. നല്ല രീതിയിൽ മഴ തൂങ്ങുന്നുണ്ട്. കണ്ടില്ലേ, ഇതൊക്കെ അവർ പിള്ളേഴ്സ് അലങ്കോലാക്കിയാണെല്ലാം. ഇലയൊക്കെ മാവ് ഫുൾ തളിർത്തിട്ട് ഇലയൊക്കെ വീണ് ഫുൾ അലങ്കോലായിട്ടുണ്ട്. ഞാൻ എങ്ങനെ ക്ലീനിങ് ചെയ്ത് ചെയ്യുന്ന എനിക്കറിയില്ല. അപ്പം ഞാൻ വെച്ചു ഇന്ന് എന്തായാലും അടിച്ചു വാരലൊന്നും നടക്കില്ല എന്ന് ചോദിച്ചാൽ അപ്പം ചെറുങ്ങനെ തൂളിയിട്ട് പോയിട്ടുണ്ടായിരുന്നു മഴ. അപ്പം ഞാൻ വെച്ചു ഏതായാലും വൃത്തിയാക്കാം. ഇനി വെക്കേഷനൊക്കെ ആയതുകൊണ്ട് എത്ര വൃത്തിയാക്കിയാലും ഉണ്ടാവില്ല. പിന്നെ കോഴികളും എല്ലാം ഉണ്ടായതുകൊണ്ട് തന്നെ കണ്ടില്ലേ, കണ്ട കല്ലും എല്ലാം എടുത്തിട്ട് ഇത് പറക്കി കളയാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അടിച്ചു വാരുന്നത് പിന്നെ വേഗം സിമ്പിളായിട്ട് അടിച്ചു വാരാം. ഈ ചെറിയ കല്ലും ചെരുപ്പും എന്തൊക്കെയോ ഉണ്ടാവില്ലേ, പലക കഷ്ണം, പിന്നെ എന്താണ് ചിരട്ട, കോല് എല്ലാം ഉണ്ടാവും. ഈ കളിക്കുന്ന സ്ഥലമല്ലേ, അതുകൊണ്ട് തന്നെ ഈ മണ്ണിൽ കളിക്കുന്നതുകൊണ്ട് തന്നെ ഫുള്ള് അലങ്കോലമായിട്ടുണ്ട് മുറ്റം. എനിക്കിങ്ങനെ കാണുന്നതേ ഇഷ്ടമല്ല. 2 ദിവസം പിന്നെ അടിക്കാൻ പറ്റിയിട്ടുണ്ടായിട്ട് മഴയായതുകൊണ്ട്. അപ്പോൾ ഒന്ന് അടിച്ച് വൃത്തിയാക്കുമ്പോഴത്തേക്കും ഒരു സമാധാനം, ഒന്ന് കാണുമ്പം തന്നെ നമുക്കൊരു മനസ്സിനൊരു കുളിർമയാണ് ഇങ്ങനെ കാണുമ്പം. അപ്പം ഞാൻ വൃത്തിയാക്കാനും മക്കേഴ്സും കോഴിയും എല്ലാം കൂടെ വൃത്തികേടാക്കാനും ഉണ്ടായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എപ്പം നമുക്ക് ക്ലീനിങ് വ്ളോഗ് ചെയ്യാനും പറ്റും. അതുകൊണ്ടില്ലേ, നല്ല ഇരുണ്ട് മൂടി നിൽക്കാൻ ഏത് സമയത്തും മഴ പെയ്യുന്നില്ല രീതിയിലാണ്. പഠിത്തവും കാര്യങ്ങളെല്ലാം കൊണ്ട് ഇപ്പോൾ ചെടികളെ ഒന്നും ശ്രദ്ധിക്കാനേ പറ്റുന്നില്ല. കണ്ടില്ലേ, ഈ ഒരു ചെടി ഒറ്റൊന്ന് കൊണ്ട് വെച്ചതാണ്. ഇപ്പം ഒരുപാടായി അതിൽ തന്നെ തിങ്ങി നിൽക്കുന്നു. ഇനി അതൊക്കെ മാറ്റി നടണം. മൃദുല തന്നെയെന്ന് ആ ഒരു ചെടി കണ്ടില്ലേ, എല്ലാം അത്യാവശ്യം ചെക്കിക്ക് നല്ല രീതിയിൽ പൂവ് വിരിഞ്ഞ് വരുന്നുണ്ട്. ഇതാ നല്ല ഭംഗിയിൽ ചെക്കി ഇങ്ങനെ കുലച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ ഇന്ന് വൈകുന്നേരത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള കാലാവസ്ഥയായിരുന്നു. കാരണം മഴ ചെറുങ്ങനെ പാറിയിട്ടുള്ള കാലാവസ്ഥയായതുകൊണ്ട് തണുപ്പും പണിയെടുക്കാൻ ഒരു ഉണർവുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ചാറിക്കൊണ്ട് നിന്നുകൊണ്ട് പണിയിൽ അത്ര ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റിയിട്ടാന്ന് വേണമെങ്കിൽ പറയാം. ഇനിയിപ്പം മുല്ലപ്പൂവിൻ്റെ സീസണാണ് കേട്ടോ. കണ്ടില്ലേ, എൻ്റെ മുല്ല ഫുള്ളും ഇങ്ങനെ പ്രാന്ത് പോലെ പൂത്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ പുഴുവൊന്നും തിന്നാതെ ആണെങ്കിൽ എല്ലാ പൂവും കിട്ടട്ടേനും. കണ്ടില്ലേ, എല്ലാത്തിലും മുട്ടിട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും പിന്നെ ഒരു വീഡിയോയിൽ. അപ്പം മുട്ടിങ്ങനെ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പം അത് കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. കാരണം ഇങ്ങനെ പൂക്കൾ പിടിക്കുന്ന സമയത്ത് അത് ഒരു വർഷത്തിലൊരിക്കൽ മാത്രമേ ഈ മുല്ല പൂക്കാറുള്ളൂ. കാരണം ഈ ഒരു സമയത്ത് ഏപ്രിൽ മെയ് സമയങ്ങളിലാണ് ഉണ്ടാവുക. ഞാൻ മുന്നേ ഒരു പാർക്ക് പോലെ ആക്കിയായിരുന്നു, മറ്റേ കുറേ കഷ്ടപ്പെട്ടിട്ടാക്കിയാണ്. അപ്പം ഇപ്പം അത് ഉണങ്ങി ഒരു വിധമായിട്ടുണ്ട്. അപ്പം ഞാൻ വെച്ചാൽ അതെല്ലാം വലിച്ച് പറിച്ച് കളഞ്ഞ് പുതിയതായിട്ട് അവിടെ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാമെന്ന് വെച്ചു. അപ്പം ആണെങ്കിൽ അവിടെ കുറച്ച് ഈ കൂവ നട്ടിട്ടുണ്ടായിരുന്നു. കൂവയെല്ലാം പെരിച്ചായോ എലിയോ എന്തോ കുത്തിയെടുത്ത് ഫുള്ള് കുയ്യായിരുന്നു. കുയിൽ ഞാൻ താന്നു പോകാത്ത ഭാഗ്യം. കളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് കാല് ഫുൾ ഒറ്റ വീകളായിരുന്നു. എന്തോ ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. അത് കഴിഞ്ഞ് വൃത്തിയാക്കി ഒരുവിധം സെറ്റാക്കി എടുക്കുമ്പോഴത്തേക്ക് പിന്നെയും ജസ്റ്റ് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വെച്ചു ഇന്നത്തെ പരിപാടി ഇവിടെ തന്നെ അവസാനിപ്പിക്കാം. ഇനി നാളെ നല്ല രീതിയിൽ വൃത്തിയാക്കാം. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വെച്ചിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഗാർഡൻ ഇങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. പഴയ ഗാർഡൻ എങ്ങനെയാണെന്നൊന്ന് പഴയ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. 1 വർഷം മുന്നുള്ള വീഡിയോ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഞാനിവിടെ മുളക് കൊണ്ട് നല്ല രീതിയിൽ കവർ ചെയ്ത് വെച്ചായിരുന്നു. അപ്പം ഇത് ഞാൻ ഇന്ന് വലിച്ച് പറിച്ച് കളഞ്ഞു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫുള്ള് കച്ചറയായി കിടക്കുമായിരുന്നു. അപ്പം ഒന്ന് ക്ലീൻ ചെയ്തു. ഇനിയിപ്പം എന്തെങ്കിലും ഐഡിയാസ് കണ്ടിട്ട് ഇനി ആടെ എന്തെങ്കിലും ചെയ്യണം. പിന്നെ ആടെ അധികം ഒന്നും ചെയ്യാനും പറ്റില്ല, പ്ലാവ് ഉണ്ടായതുകൊണ്ട് തന്നെ. അപ്പം എൻ്റെ ഗാർഡനൊക്കെ ഇഷ്ടമായോ എല്ലാവർക്കും എന്ന് അഭിപ്രായം പറയണേ. അപ്പം ഇങ്ങനെ ഉണ്ടായ സ്ഥലമാണ് ഞാൻ ആ രീതിയിൽ വൃത്തിയാക്കി എടുത്തത്. അപ്പം ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ടുള്ള ഒരു അപാകതകളൊക്കെ ഉണ്ട്.
അപ്പോൾ നല്ല രീതിയിൽ മാനം കറുത്ത് വരുന്നുണ്ട് എന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പം ഞാൻ വെച്ച് ഇന്നത്തേക്ക് ഇത് മതിയാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.